59 ഫ്രീ ട്രൈ ഉണ്ട്, അത് കിടക്കാം. നമ്മൾ അതിനു വേണ്ടി വന്ന ആൾക്കാരാണ്. പക്ഷേ അതിലാണ് ഒരു ഗംഭീര ട്വിസ്റ്റ് നടന്നത്. ഓ എങ്ങനെ ഇതൊരു ഫ്രീ ട്രൈ ഉണ്ട്, നമുക്ക് ഇതൊന്ന് കറക്കി വെക്കാം. അഥവാ ഇനിയിപ്പോ വല്ല ചക്കയ്ക്ക് കിട്ടിയാലോ പറയാൻ പറ്റില്ല. സോ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. കുറച്ച് നാളെ നമ്മൾ വീഡിയോസ് ഒക്കെ ചെയ്തിട്ട്, അപ്പോൾ ഒരു ചെറിയൊരു ബ്രേക്കിന് ശേഷം ഇപ്പോഴാണ് നമ്മൾ ഗെയിമിംഗ് വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഈ ഫുട്ബോളിൽ നമുക്ക് ഒരു 62 ചാൻസസ് ഫ്രീ ട്രൈ, കുറച്ച് എപ്പിക് പ്ലേയേഴ്സിനെ കറക്കാനുള്ള ഒരു ഫ്രീ ട്രൈ വന്നിട്ടുണ്ട്. ഒന്നല്ല, 62 ഫ്രീ ട്രൈ ഉണ്ട്. അപ്പൊ ഞാനത് മൊത്തം ഇരുന്ന് കംപ്ലീറ്റ് ആക്കി ഇപ്പോഴാണ് ഒന്ന് കഴിഞ്ഞത്. സോ നമുക്കത് അങ്ങോട്ട് കറക്കിയാലോ ഗൈസ്, അതാണ് ഇന്നത്തെ നമ്മുടെ പരിപാടി. സോ ഇതില് അത്ര ഗംഭീര പ്ലേയേഴ്സ് ഒന്നും ഇല്ല, കുഞ്ഞു കുഞ്ഞു പ്ലേയേഴ്സുകൾ മാത്രം. റിമൈനിങ് 52, 59 ചാൻസേ ബാക്കിയുള്ളൂ, 62 ഇല്ല. സോറി, മൈ ബാഡ്. ഒരെണ്ണം ഇവിടെ എടുക്കുന്നതാണ്, അതുകൊണ്ടാണ് ആ ഒരു കൺഫ്യൂഷൻ വന്നത്. ഓക്കെ ഫൈൻ. ഓ എങ്ങനെ ഇതൊരു ഫ്രീ ട്രൈ ഉണ്ട്, നമുക്ക് ഇതൊന്ന് കറക്കി വെക്കാം. അഥവാ ഇനിയിപ്പോ വല്ല ചക്കയ്ക്ക് കിട്ടിയാലോ പറയാൻ പറ്റില്ല. എന്റെ പൊന്നെ, എന്റെ മോനെ, ഇതെന്ത് സാധനം ഗൈസ്, എന്റെ പൊന്നെ, എന്റെ മോനെ, കിടിലം പരിപാടി, കിടിലം പരിപാടി. ഇത് കൊള്ള. എടാ, ഞാൻ വെറുതെ ഇറക്കുന്ന ഒരു ഫ്രീ ട്രൈ ഇറക്കിയതാണ്. സൂപ്പർ, അതെന്തായാലും നന്നായി. ഇത്ര നാളെ ഇറക്കിയിട്ട് ഇതുവരെ ഒന്നും കിട്ടിയില്ല, പക്ഷെ ഇപ്പൊ കിട്ടി. താങ്ക് യു കൊണാമി, താങ്ക് യു സോ മച്ച്. സോ എനിവേ ഗൈസ്, വി ആർ ബാക്ക് ടു ബിസിനസ്. നമുക്ക് 59 ഫ്രീ ട്രൈ ഉണ്ട്, അത് കിടക്കാം. നമ്മൾ അതിനു വേണ്ടി വന്ന ആൾക്കാരാണ്. പക്ഷേ അതിലാണ് ഒരു ഗംഭീര ട്വിസ്റ്റ് നടന്നത്. എനിവേ ഫൈൻ, നമുക്ക് ഇതെന്തായാലും കിടക്കാം. സോ ലെറ്റ്സ് ഗോ. നമ്മളുടെ വേണ്ട ആൾക്കാർ പറഞ്ഞുതരാം. ഇതിന്ന് എനിക്കിപ്പോ വേണ്ടത് വാൻ ബാസ്റ്റിനെയാണ്. വാൻ ബാസ്റ്റിനെ വേണം, പുയോളിനെ വേണം. അത്ര അത്യാവശ്യം ഉണ്ടായിട്ടൊന്നല്ല, മറ്റേ സീരി ലീഗ് ഒക്കെ വരുമ്പോ നമുക്ക്, അല്ല ഇറ്റാലിയൻ ലീഗ് വരുമ്പോ നമുക്ക് വാൻ ബാസ്റ്റിനെ ഇറക്കാൻ പറ്റും. അതേപോലെ ലാ ലീഗയുടെ പോലെ ലീഗ് വരുമ്പോ പുയോളിനെ പിടിച്ച് ബാഴ്സിൽ ഇറക്കാൻ പറ്റും. അപ്പൊ വാൻ ബാസ്റ്റിനും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് AC മിലാന്റെ ഒരു ടീം സെറ്റപ്പ്. അത്രേ ഉള്ളൂ. സ്നൈഡറിനെ വേണ്ട. സ്നൈഡറിന്റെ ഒരു പൊളപ്പം കാർഡ് നമ്മുടെ ഉണ്ട്, നമ്മുടെ ഇന്റർ മിലാന്റെ ഒരു കാർഡ്, കിടിലൻ കാർഡ് ഉണ്ട്. സോ അത് വേണ്ട. ഫെർഡിനാൻഡിനൊന്നും വേണ്ട നമുക്ക്. നമ്മളുടെ നമ്മുടെ വാൻ ബ്യൂട്ടൻ ഉണ്ട്. സോ ഗായ്സ്, അപ്പോ നമ്മളുടെ മെയിൻ 2 ടാർഗറ്റ് ആണ് ഇവർ രണ്ടുപേരും കിട്ടിക്കഴിഞ്ഞാൽ ശുഭ് ഹേ. സോ ഫസ്റ്റ് ട്രൈ, ലെറ്റ്സ് ഗോ. അളിയ ക്യാൻവാസിനെ പറഞ്ഞേ, ബസിന്റെ സിംഗിൾ ബൂസ്റ്റർ ആണെങ്കിലും കിട്ടില്ല കാർഡാണ്. അതിന്റെ മറ്റേതാണ് ഹൈലൈറ്റ് കാർഡാണ്. ഫസ്റ്റ് ട്രയൽ തന്നെ നമുക്കൊരു ഹൈലൈറ്റ് കാർഡ് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇനി നെക്സ്റ്റ് 10 കൊടുക്കാം. റെഡി, 1 2 3 ഗോ. അല്ല, ഗോ പറയാൻ പറ്റേ, മാൻബാസ്റ്റിന് തരണോട്ടോ. Fantastic. അളിയ, ഇന്ന് ഞാൻ മിക്കുന്നതല്ല, ലോട്ടറി പോയി എടുക്കും. ഇന്ന് ഞാൻ എന്തായാലും ഒരു ലോട്ടറി പോയി എടുക്കുന്നതായിരിക്കും. അളിയ, സെക്കൻഡ് 20 ട്രൈയിലാണ് നമുക്ക് നമ്മുടെ ഫാൻബാസ്റ്റിക് കിട്ടിയിട്ടുള്ളത്. പിന്നെ എന്തൊക്കെ റിലീസ് ചെയ്യട്ടെ. ഫാൻബാസ്റ്റിനാണ് പറഞ്ഞ പോലെ കിട്ടിയതാ.
ഇനിയിപ്പോ എന്താണ് നമുക്ക് വേണ്ടത്? ഇനി വേണമെങ്കിൽ നമ്മുടെ പുയോണിയും കൂടെ തന്നോ, ഞാൻ ഹാപ്പിയാണ്. വേറെ ആരും വേണമെന്നില്ല. 39 ട്രൈ ബാക്കിയുണ്ട്. നമുക്ക് 59 ട്രൈയില് വെറും 20 ട്രൈ ആണ് നമ്മള്. ലെറ്റ്സ് ഗോ ഫോർ കാൾസ് പുയോൾ. ഏതാ ഹൈലൈറ്റ് കാർഡായിരിക്കും? CMF ആണല്ലോ. നമുക്കിനി 29 ട്രൈയും കൂടി ഉണ്ട്. പുയോൾ നമുക്ക് വേണ്ടത് പുയോൾ. കമോൺ പുയോൾ. ആരുമില്ല. ഇറ്റ്സ് ഓക്കെ. നമുക്ക് സങ്കടമില്ല, നമ്മുടെ മെയിൻ ടാർഗറ്റ് ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ വലിയ വിഷമമൊന്നുമില്ല. ഇനിയിപ്പോ ഒന്നും കിട്ടിയില്ലെങ്കിലും വിഷമമൊന്നുമില്ല, കിട്ടിയ ഹാപ്പി, അത്രേ ഉള്ളൂ. വലിയ ലെറ്റ്സ് ഗോ വിത്ത് ദ നെക്സ്റ്റ് 10. ഓക്കെ, അങ്ങോട്ട് അടിക്കോ ഇല്ല, ഇനി അടിക്കും എന്ന് തോന്നുന്നില്ല ഗൈസ്. കത്തിയില് കഴിഞ്ഞു. ആ തുടക്കം തന്നെ നമുക്ക് തന്ന ആവേശത്തിലാക്കി അവരങ്ങോട്ട് നൈസായിട്ട് ഒഴിവാക്കാൻ തോന്നുന്നു. ഫൈൻ. ഇനി 9 പേരുണ്ട്. 9 ഒരുമിച്ച് കറങ്ങണോ ഒറ്റയ്ക്ക് കറങ്ങണം? ഫസ്റ്റ് വൺ ആരുമില്ല. ലാസ്റ്റ് അല്ല ഗൈസ്, നമുക്ക് 8 മോർ പ്രൈസ് ഉണ്ട്. കിട്ടോ? LP അതാണ് ഹൈലൈറ്റ് കാർഡാണ്. മറ്റേ ആഴ്സണലിന്റെ പ്ലെയർ, അതിന്റെ പേരൊന്നും വായിക്കാൻ കൊള്ളൂല. നമുക്ക് അടുത്തത് കറക്കാം. പക്ഷെ ആ പുയോളിനെ അങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ പരിപാടി അങ്ങോട്ട് ഹാപ്പി ആയിട്ട് നിർത്താതിരിക്കില്ല. തരില്ല എന്നാണ് ഗൈസ് പറഞ്ഞത്. ഫൈൻ. 6 മോർ ഉണ്ട്. ഇതിലുമില്ല. 5 മോർ ഉണ്ട്. പുയോൾ ഇല്ല. ചേടാ, നമ്മളാദ്യം തന്നെ തന്നിട്ടടിച്ചടാ. ഒന്നുമില്ല, അതൊന്നും അവർക്ക് പൊക്കൊന്നായിരിക്കും പറയണ്ടാവുക. ഇതിലുമില്ല. നത്തിങ്. ഇനി ലാസ്റ്റ് 2 ട്രൈ കൂടി ഉള്ളൂ. 2 ട്രൈ. കിട്ടിയാ? ഇല്ല, കിട്ടിയില്ല. എടാ, ഇനി കിട്ടൂടാ. കഴിഞ്ഞു കത്തിക്കല് കഴിഞ്ഞു. ഇനി ഒന്നും കിട്ടും തോന്നുന്നില്ല. ലാസ്റ്റ് ട്രൈ. ഗൈസ്, അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി 59 ട്രൈ ഇവിടെ കറക്കിയിരിക്കുകയാണ്. അതിൽ നമ്മളുടെ മെയിൻ ടാർഗറ്റ് മാർക്കോ വാൻ ബാസ്റ്റിനെ നമ്മൾ കറക്കിയെടുത്തിരിക്കുകയാണ്. അതായിരുന്നു നമ്മളുടെ എന്താ പറയാ, നമ്മുടെ മെയിൻ ടാർഗറ്റ്. പിന്നെ പുയോളും ഉണ്ടായിരുന്നു. മെയിൻ ടാർഗറ്റ് ആയിരുന്നില്ല. മെയിൻ ടാർഗറ്റ് വാൻ ബാസ്റ്റിനായിരുന്നു. ഞാൻ തുടക്കം തന്നെ പറഞ്ഞിരുന്നു. തുടക്കം തന്നെ അത് കിട്ടി. ഇനി നമുക്ക് നമ്മളെ AC മിലാന്റെ ടീം ഒന്ന് നോക്കി നോക്കാം. AC മിലാന്റെ ഫുൾ ടീം ആയിട്ടൊന്നുമില്ല, എന്നാലും എൻ്റെ ഉള്ള പ്ലേയേഴ്സിൽ കൂടുതൽ AC മിലാന്റെ പ്ലേയേഴ്സ് ആണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് AC മിലാൻ. അവിടെ ഗുമ്മാളെ നോക്ക് ഗൈസ്. ഇത്രയും പ്ലേയേഴ്സ് ആണുള്ളത്. ഇവിടെ കുറച്ച് എക്സ്ട്രാ പിള്ളേരുണ്ട്. എംബാപ്പനെ മാറ്റിയിട്ട് അവിടെ എംബാപ്പനെ മാറ്റിയിട്ട് നമുക്ക് നമ്മുടെ വാൻ ബാസ്റ്റിനെ അവിടെ പിടിച്ചിറക്കാം. വാൻ ബാസ്റ്റിന്റെ സിംഗിൾ ബൂസ്റ്റർ ആണെങ്കിലും പെടക്കാടാണ് അത്. നല്ല കാടാണ് വാൻ ബാസ്റ്റിനെ. പിന്നെ അറിയാലോ, പണ്ട് പെസ് ഉള്ള സമയത്തൊക്കെ എന്റെ മെയിൻ പ്ലെയർ ആയിരുന്നു. പെസ് കഴിഞ്ഞപ്പോ പോയി. അതിന്റെ കാലം ഒരു കാലം. ഇദ്ദേഹത്തിനെ മാറ്റിയിട്ട് നമുക്ക് അവിടെ വാൻ ബാസ്റ്റിനെ പിടിച്ചിറക്കാം. ഓ, ഇത് കാട്ടി പോത്ത്. ഏതാ റൈക്കാർഡും കൂടി ഉണ്ടായിരുന്നില്ല മോനെ. സെറ്റായിപ്പോ റൈക്കാർഡ് ഇല്ലാണ്ടായിപ്പോ.
റൈറ്റ് കാർഡും കൂടെ വേണമായിരുന്നു. റൈറ്റ് കാർഡ് ഉണ്ട്, നല്ല ആക്സിന്റെ റൈറ്റ് കാർഡ് ഉണ്ട്, പക്ഷെ അതിനെ കുറിച്ച് ഇവിടെ നടക്കാൻ പറ്റില്ല. ഓ 97 ഫിനിഷിങ് ആയിരുന്നു. നമുക്ക് അവിടേക്ക് ഇവിടേക്കൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും. ഓ അങ്ങനെ നമുക്ക് നമ്മുടെ ടാർഗറ്റിനെ കിട്ടി ഗൈസ്. നമുക്ക് വേണ്ട ഒരാളെ കിട്ടി. ഞാൻ ഹാപ്പിയാണ്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. നമുക്ക് പുതിയ വീഡിയോയിൽ എന്തായാലും കാണണം. ഓക്കെ ഫൈൻ, നമുക്ക് പുതിയ വീഡിയോയിൽ എന്തായാലും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം ഗൈസ്. പിന്നെ സബ് ചെയ്യാത്തവർ എന്തായാലും സബ് ചെയ്യണം. പിന്നെ ഈ ഫുട്ബോള് PC കളിക്കണം പ്ലേയേഴ്സിന് ഒന്ന് അയച്ചു കൊടുക്കുക. ഇനിയിപ്പോ 1v1 കളിക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ കമന്റിൽ മെൻഷൻ ചെയ്താൽ മതി. നമുക്ക് ഈ ഫുട്ബോൾ PC നമുക്ക് ഇതേപോലെ ഗെയിം പ്ലേ ഒക്കെ ഇട്ടെടുക്കാം. അടിപൊളിയാവുമായിരിക്കും. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ശരി, ബൈ ബൈ, ടാറ്റാ.